എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, എന്നെ പഠിപ്പിച്ച എന്റെ ഉസ്താദുമാരെ, ആലിമീങ്ങളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വപ്ന വ്യാഖ്യാനം എന്ന നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യവും ആഴമേറിയ അർത്ഥങ്ങളുമുണ്ട്. എന്നാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്നറിയാമോ? അത് ഒരേയൊരു വട്ടമെങ്കിലും മദീനയിലെ ആ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കുക എന്നതാണ്. കണ്ണുനീരോടെയല്ലാതെ, ഹൃദയം ഉരുകിയല്ലാതെ നമുക്ക് ആ തിരുനബിയെക്കുറിച്ച് ഓർക്കാനാകില്ല. ചരിത്ര താളുകളിൽ സ്വഹാബികൾ തങ്ങളുടെ ജീവനോടെ കോറിയിട്ട ആ തിരുരൂപത്തിന്റെ ഭംഗി ഹൃദയത്തിൽ തൊട്ട് നമുക്കൊന്ന് കേൾക്കാം. നമ്മൾ ജീവനേക്കാൾ സ്നേഹിക്കുന്ന മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങൾക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ അവിടുത്തെ സൗന്ദര്യം കണ്ട് ദാഹിച്ചു വലയുന്നവർ പോലും തങ്ങളുടെ ദാഹം മറന്നു പോകുമായിരുന്നു. അവിടുത്തെ വിശുദ്ധമായ ശരീരം അമിതമായി പൊക്കമുള്ളതോ തീരെ കുറഞ്ഞതോ ആയിരുന്നില്ല. അത്ഭുതകരമായ വിധം സന്തുലിതമായ പ്രകൃതിയായിരുന്നു അവിടുത്തേത്. വെള്ളി വെളിച്ചവും സ്വർണപ്രഭയും കലർന്ന വെളുപ്പ് നിറമായിരുന്നു. ആ തിരുമേനിക്ക് അവിടുത്തെ തിരുമുഖം പൂർണ്ണമായി വട്ടത്തിലുള്ളതായിരുന്നില്ല, മറിച്ച് നേരിയ നീളമുള്ള അതിമനോഹരമായ വട്ടരൂപമായിരുന്നു. പൗർണമി രാവുകളിലെ പൂർണ്ണചന്ദ്രനേക്കാൾ പ്രകാശപൂരിതമായിരുന്നു അവിടുത്തെ തിരുമുഖം. അവിടുന്ന് സന്തോഷിക്കുമ്പോൾ ആ മുഖം ചന്ദ്രനെ പോലെ തിളങ്ങുമായിരുന്നു. അവിടുത്തെ നെറ്റിത്തടം വളരെ വിശാലമായിരുന്നു, തമ്മിൽ മുട്ടാത്ത, എന്നാൽ അരികുകൾ നീണ്ടു നേർത്ത മനോഹരമായ പുരികക്കൊടികൾ ആ തിരുമുഖത്തിന് വലിയ ഗാംഭീര്യമേകി ഇമവെട്ടാതെ നോക്കിപ്പോകാൻ തോന്നിപ്പിക്കുന്ന കറുത്ത കണ്ണുകളായിരുന്നു അവിടുത്തേത്. ആ കണ്ണുകളിൽ പ്രകൃതിദത്തമായി തന്നെ സുറുമ എഴുതിയതുപോലെയുള്ള ഭംഗിയുണ്ടായിരുന്നു മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു നീങ്ങിയ വഴികളിലൂടെ പിന്നീട് നടക്കുന്നവർക്ക് മനസ്സിലാകുമായിരുന്നു അവിടുന്ന് ആ വഴിയിലൂടെയാണ് പോയതെന്ന്. കാരണം കസ്തൂരിയെ വെല്ലുന്ന സുഗന്ധമായിരുന്നു ആ ശരീരത്തിന്. അവിടുത്തെ വിയർപ്പു തുള്ളികൾ മുത്തുകൾ പോലെയായിരുന്നു. ആ തിരുക്കരങ്ങൾ പട്ടിനേക്കാൾ മൃദുലവും മഞ്ഞുപോലെ തണുപ്പുള്ളതുമായിരുന്നു. ആ കൈകൾ കൊണ്ട് ഒന്ന് തലോടാൻ ഭാഗ്യം ലഭിച്ച സ്വഹാബികളുടെ ഹൃദയം എത്ര ധന്യമാണ്. അവിടുത്തെ തിരുശരീരത്തിൽ അള്ളാഹു ബാക്കി വെച്ച ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു ഖാതമുന്നുബുവത്ത് അഥവാ പ്രവാചകത്വത്തിന്റെ മുദ്ര. അവിടുത്തെ രണ്ട് ചുമലുകൾക്ക് മധ്യത്തിലായി ഇടതു ചുമലിനോട് അല്പം ചേർന്നാണ് ഈ ദിവ്യമുദ്ര നിലകൊണ്ടിരുന്നത്. ഒരു പ്രാവിന്റെ മുട്ടയോളമുള്ള അല്പം ഉയർന്ന ചുറ്റും ചെറിയ രോമങ്ങളുള്ള ആ അടയാളം കാണുമ്പോൾ തന്നെ വിതുമ്പുന്ന ഹൃദയത്തോടെ സ്വഹാബികൾ പറയുമായിരുന്നു, ഇത് അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകൻ തന്നെയാണ്. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പ്രവാചകനെ അന്വേഷിച്ചു നടന്ന് ഒടുവിൽ അവിടുത്തെ തിരുമുതുപ്പിൽ ഈ നുബുവത്തിന്റെ മുദ്ര കണ്ട നിമിഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞത് ചരിത്രത്തിലെ വിങ്ങുന്ന ഓർമ്മയാണ്. ആ തിരുനാവിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കും കേൾവിക്കാരന്റെ ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങുന്ന തേന്മഴയായിരുന്നു. അനാവശ്യമായി അവിടുന്ന് ഒരു വാക്കുപോലും ഉച്ചരിച്ചിരുന്നില്ല. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ മുത്തുകൾ കോർത്തുവെച്ചതുപോലെ അത്രമേൽ വ്യക്തവും സുന്ദരവുമായിരുന്നു. തന്റെ മുന്നിലിരിക്കുന്ന പാവപ്പെട്ടവനാകട്ടെ സമ്പന്നനാകട്ടെ ആരോട് സംസാരിക്കുമ്പോഴും ആ തിരുമുഖത്തെപ്പോഴും ഒരു പുഞ്ചിരി തത്തിക്കളിച്ചിരുന്നു. ആ ശബ്ദത്തിൽ ഒരു മാസ്മരികതയുണ്ടായിരുന്നു. ഗൗരവമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കുന്ന ഉമ്മമാർക്കും ഉപ്പമാർക്കും അത് മനസ്സിൽ തട്ടാൻ വേണ്ടി 3 തവണ അവിടുന്ന് ആവർത്തിച്ചു പറയുമായിരുന്നു. ഒരിക്കൽ പോലും ആ നാവിൽ നിന്ന് ആരെയും വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും വീണിട്ടില്ല. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നായകനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തം കാണേണ്ടത് ഒന്ന് വേറെ തന്നെയായിരുന്നു. അഹങ്കാരത്തോടെ നെഞ്ചു വിരിച്ചോ ഭൂമിയിൽ ആർക്കും വേണ്ടാത്തവനെ പോലെ കാലുകൾ വലിച്ചിഴച്ചോ അവിടുന്ന് നടന്നിരുന്നില്ല. വളരെ ഊർജ്ജസ്വലതയോടെയും ദൃഢതയോടെയും ആണ് ആ തിരിച്ചുവടുകൾ മുന്നോട്ട് വെച്ചിരുന്നത്. ഒരു കുന്നിൻ മുകളിൽ നിന്ന് താഴേക്ക് വിനയത്തോടെ ഇറങ്ങി വരുന്ന ഒരാളെപ്പോലെ അല്പം മുന്നോട്ട് ആഞ്ഞ് താഴേക്ക് നോക്കിയായിരുന്നു. അവിടുത്തെ യാത്ര വഴിയിൽ കാണുന്ന കൊച്ചുകുട്ടികളെ പോലും ചേർത്ത് പിടിച്ച് അവരുടെ തലയിൽ തലോടി ആദ്യം സലാം പറഞ്ഞ് കടന്നു പോകുന്ന ആ തിരുനടത്തം വിനയത്തിന്റെ പൂർണ്ണ രൂപമായിരുന്നു. ഇത്രയും അനുഗ്രഹീതവും സുന്ദരവുമായ ആ രൂപത്തെയാണല്ലോ നാളെ പരലോകത്ത് ഹൗലുൽ കൗസറിന്റെ തീരത്ത് വെച്ച് നമ്മൾ ദർശിക്കാൻ കൊതിക്കുന്നത്. അവിടുത്തെ ആ തിരുക്കരങ്ങളിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ നമ്മളിൽ കൊതിക്കാത്തവർ ഉണ്ടോ? അള്ളാഹു നമ്മയെല്ലാം മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവിടുത്തെ തിരുമുഖം നേരിൽ കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ.
ഈ വീഡിയോ കേൾക്കുന്നവർക്കും കുടുംബത്തിനും അള്ളാഹു സമാധാനവും അതേപോലെ ശാന്തിയും നൽകട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടി നമുക്കൊരു സ്വലാത്തും ചൊല്ലി ഈ വീഡിയോ അവസാനിപ്പിക്കാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഈ എളിയവനായ എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് നല്ല വിജ്ഞാനം കിട്ടാൻ വേണ്ടി ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.